അടുത്തതായി നമ്മെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി കേരള നദൂത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു ബിദ്അത്തിൻ ദലാല. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, ആരോഗ്യപരമായ കാരണങ്ങളാൽ ഈ യോഗത്തിൽ സംബന്ധിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് അടങ്ങിയിരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പോന്നാണ്. എന്നെ കണ്ടാൽ, എൻ്റെ വേഷം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ആരോഗ്യപരമായി ഞാൻ വളരെ മോശമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു സന്തോഷം നിങ്ങൾക്കുണ്ട്. ഒരു കാര്യം, നമ്മൾ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു ഒരു ജനങ്ങളെയും വ്യത്യാസപ്പെടുത്തുകയില്ല, അവർ സ്വയം വ്യത്യാസപ്പെടുന്നതുവരെ. നമ്മൾ മാനസികമായി തയ്യാറാകുകയും ശാരീരികമായി തയ്യാറാകുകയും പ്രവർത്തനങ്ങളുമായി തയ്യാറാകുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ അള്ളാഹു മാറ്റും. ആ മാറ്റത്തിൻ്റെ കാരണങ്ങൾ പിന്നെ പറയേണ്ടതില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 100 വർഷമായി നമ്മളെ ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ച് ഏകദേശം 100 കൊല്ലമായി. സയ്യിദ് സനാഉല്ലാ മഖ്തി തങ്ങൾ മുതൽ ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താൽ വമ്പിച്ച മാറ്റം ഈ സമൂഹത്തിൽ വരുത്തുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ എതിർക്കുന്നവർ, അതല്ലെങ്കിൽ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ആളുകൾ ക്ഷണിക്കുന്നവർ, അവർ അവരുടേതായ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ പാത്രം കൊണ്ടുവരുന്നുണ്ട്, പല ജാതി ഏർപ്പാടുകളും ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷേ അത് പോവുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ സമൂഹത്തെ മുഴുവനും പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറയലുണ്ട്, 1970 വളരെ സങ്കീർണമായ ഒരു സന്ദർഭത്തിൽ ഞാൻ ഉംറക്ക് പോയപ്പോൾ കഅബയുടെ കില്ല പിടിച്ച് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചത്, റബ്ബേ, ഈ തൗഹീദിൻ്റെ സന്ദേശം കേരളത്തിലെ ഒരു തല മുതൽ മറ്റേ തല വരെയുള്ള ആളുകളെ എത്തിച്ചു കൊടുക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്നാണ്. എൻ്റെ മനസ്സ് വളരെ സംതൃപ്തമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഈ സന്ദേശം, തൗഹീദിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ, ഇസ്ലാമിൻ്റെ ശരിയായിട്ടുള്ള രൂപം ഇന്നേതാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും നന്നാക്കുക എന്നുള്ളതല്ല, അത് അള്ളാഹു മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. നമ്മളെ ഈ കൂട്ടായ്മ കാണുമ്പോൾ വളരെയധികം മനസ്സിൽ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സദുദ്ദേശം പൂർണ്ണമായും വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം മതിയാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.